നമസ്കാരം. കേരളത്തിൽ ഭരണ തുടർച്ചയെന്ന LDF മോഹങ്ങൾക്ക് തടയിടാൻ ഹൈക്കമാൻഡ് സ്ട്രാറ്റജിയുമായി കോൺഗ്രസ് രംഗത്തെത്തുകയാണ്. പാർട്ടിക്കുള്ളിലെ മഞ്ഞുരുകലിന്റെ വ്യക്തമായ സൂചന നൽകിക്കൊണ്ട് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ശശി തരൂരിനെ ഇന്ന് നേരിൽ കണ്ടു. UDFന്റെ വമ്പൻ പ്രചാരണ പരിപാടികളിലേക്ക് തരൂരിനെ ക്ഷണിക്കാനായിട്ടാണ് സതീശൻ എത്തിയത്. ഹൈക്കമാൻഡ് നേരിട്ട് മേൽനോട്ടം വഹിക്കുന്ന ഇത്തവണത്തെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ശശി തരൂർ ഉൾപ്പെട്ട ഉന്നതാധികാര സമിതിയാകും തന്ത്രങ്ങൾ മെനയുക. മത്സരത്തിനില്ല. തന്ത്രമൊരുക്കാൻ KCയും തരൂരും സംഘടനാ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും ശശി തരൂരും ഇത്തവണ നിയമസഭയിലേക്ക് മത്സരിക്കില്ലെന്നാണ് സൂചന. പകരം തിരഞ്ഞെടുപ്പ് പൂർണ്ണമായും ഏകോപിപ്പിക്കാൻ KC വേണുഗോപാലും കേരളത്തിൽ ക്യാമ്പ് ചെയ്യും. തരൂരിന്റെ ആഗോള പ്രതിച്ഛായയും ജനപ്രീതിയും വോട്ടാക്കി മാറ്റാൻ അദ്ദേഹത്തെ പ്രചാരണത്തിന്റെ മുഖ്യ മേൽനോട്ടക്കാരനായി ഹൈക്കമാൻഡ് നിശ്ചയിച്ചിട്ടുണ്ട്. പുതുതലമുറ വോട്ടർമാരെ കോൺഗ്രസിനോട് അടുപ്പിക്കാൻ ജെൻസി കണക്ട് എന്ന പേരിൽ വിപുലമായ സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ കോൺഗ്രസ് തുടങ്ങും. ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ശശി തരൂരിനായിരിക്കും. ദേശീയ തലത്തിൽ യുവത്വത്തിന്റെ പ്രതീകമായ സച്ചിൻ പൈലറ്റും ഈ ക്യാമ്പയിന്റെ ഭാഗമാകാൻ കേരളത്തിലെത്തും. പ്രൊഫഷണൽ ഏജൻസികളെയും വമ്പൻ ടീമുകളെയും അണിനിരത്തിക്കൊണ്ടുള്ള ഒരു ഡിജിറ്റൽ യുദ്ധത്തിനാണ് കോൺഗ്രസ് തയ്യാറെടുക്കുന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, KPCC പ്രസിഡന്റ് K സുധാകരൻ, രമേശ് ചെന്നിത്തല എന്നിവർ മത്സര രംഗത്ത് സജീവമായിരിക്കും. ഇവർക്കൊപ്പം വടകര MP ഷാഫി പറമ്പിലും നിയമസഭയിലേക്ക് അംഗത്തിനിറങ്ങുമെന്നാണ് വിവരം. ഷാഫി കണ്ണൂരിലെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായേക്കുമെന്ന ശക്തമായ സൂചനകളാണ് പുറത്തുവരുന്നത്. അതും ധർമ്മടത്ത് തന്നെ മത്സരിക്കുമെന്നാണ് സൂചന. സംസ്ഥാനത്തെ കരുത്തരായ നേതാക്കളെ അണിനിരത്തി വോട്ടുറപ്പിക്കുമ്പോൾ തന്നെ ശശി തരൂരും KC വേണുഗോപാലും ചേർന്ന് മെനയുന്ന തന്ത്രങ്ങളിലൂടെ അധികാരം തിരിച്ചുപിടിക്കാമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് കോൺഗ്രസ്. ആന്റണിയുടെ ഇടപെടലാണ് തരൂരിനെ തണുപ്പിച്ചതെന്നും സൂചനകളുണ്ട്. ഏതായാലും പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കം തന്നെ വന്നു കണ്ടെത്തിൽ തരൂർ സന്തുഷ്ടനാണ്. ഹൈക്കമാൻഡിൽ നിന്നുള്ള താല്പര്യപ്രകാരമാണ് ഈ ഇടപെടലെല്ലാം. തരൂരിനെ തണുപ്പിക്കാൻ മുതിർന്ന നേതാവ് AK ആന്റണിയെ തന്നെ രംഗത്തിറക്കിയതാണ് ഹൈക്കമാൻഡിന്റെ ഏറ്റവും വലിയ വിജയം. ആന്റണിയെ കൂടെ ഇരുത്തിക്കൊണ്ട് കേരളത്തിൽ തരൂരിന് അർഹമായ പരിഗണന നൽകുമെന്ന് KC ഉറപ്പ് നൽകി. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെയുള്ളവർ തന്നെ നേരിൽ കണ്ടതിലും തരൂർ പൂർണ്ണ തൃപ്തനാണ്. ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന് അതീതമായി തരൂരിനെ ചേർത്ത് പിടിക്കണമെന്ന ഹൈക്കമാൻഡ് നിർദ്ദേശം സംസ്ഥാന നേതൃത്വവും അംഗീകരിച്ചു കഴിഞ്ഞു. തരൂർ കോൺഗ്രസിൽ തന്നെ ഉറച്ചു നിൽക്കുന്നതോടെ UDF ക്യാമ്പ് വലിയ ആവേശത്തിലാണ്. യുവാക്കൾക്കും നിഷ്പക്ഷ വോട്ടർമാർക്കും ഇടയിൽ തരൂരിനുള്ള സ്വാധീനം വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ വലിയ ഗുണം ചെയ്യുമെന്നാണ് പാർട്ടി വിലയിരുത്തുന്നത്. സതീശനും സുധാകരനും തരൂരും ചെന്നിത്തലയും അടങ്ങുന്ന കൂട്ടായ നേതൃത്വത്തിലൂടെ കേരളത്തിൽ ഭരണം തിരിച്ചുപിടിക്കാമെന്ന ശുഭപ്രതീക്ഷയിലാണ് ഹൈക്കമാൻഡ്. അതിനിടെ പാർട്ടി പറഞ്ഞാൽ മുഖ്യമന്ത്രി ആകുമോ എന്ന ചോദ്യത്തിന് മുഖ്യമന്ത്രിയെ കണ്ടെത്താൻ പാർട്ടിക്ക് അതിൻ്റെതായ നടപടിക്രമമുണ്ടെന്ന മറുപടിയും KC നൽകി കഴിഞ്ഞു. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയില്ല. ശശി തരൂർ ഉൾപ്പെടെയുള്ള കൂട്ടായ നേതൃത്വം നയിക്കും. ഭൂരിപക്ഷം കിട്ടുമ്പോൾ മണിക്കൂറുകൾക്കകം മുഖ്യമന്ത്രി വരുമെന്നും അറിയിച്ചു. അതായത് തരൂരും നേതൃത്വത്തിന്റെ ഭാഗമാകുന്നു. മാതൃഭൂമി പുസ്തകോത്സവത്തിലായിരുന്നു KCയുടെ പ്രതികരണം. മുഖ്യമന്ത്രിയാകുമോ എന്ന് ആവർത്തിച്ച ചോദ്യത്തിനാണ് അദ്ദേഹം നിലപാട് വ്യക്തമാക്കിയത്. മുഖ്യമന്ത്രിയെ ഉയർത്തിക്കാട്ടാതെയുള്ള രാജ്യത്തെമ്പാടുമുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണ രീതി തന്നെയായിരിക്കും സംസ്ഥാനത്തും സ്വീകരിക്കുക. KC വേണുഗോപാൽ നൽകിയ മറുപടി തരൂർ അനുകൂലികൾക്കും വലിയ ആവേശമാണ് നൽകുന്നത്. മാതൃഭൂമി പുസ്തകോത്സവത്തിൽ വെച്ച് KC വേണുഗോപാൽ നടത്തിയ പ്രതികരണങ്ങൾ ശശി തരൂരിന്റെ പാർട്ടിയിലെ സ്ഥാനം ഊട്ടിയുറപ്പിക്കുന്നതായിരുന്നു. തരൂർ കോൺഗ്രസ് വിടുമെന്നോ മറ്റൊരു രാഷ്ട്രീയ നീക്കം നടത്തുമെന്നോ ഉള്ള അഭ്യൂഹങ്ങൾക്കും ഇനി സ്ഥാനമില്ല. തന്നെ തേടി നേതൃത്വം എത്തിയതിലും ഹൈക്കമാൻഡ് നൽകുന്ന പരിഗണനയിലും അങ്ങനെ എല്ലാ അർത്ഥത്തിലും തരൂർ തൃപ്തനാവുകയാണ്. കേരളത്തിലെ കോൺഗ്രസിന്റെ മുഖമായി തരൂരും സജീവമാകുന്നതോടെ വരാനിരിക്കുന്ന നിയമസഭാ പോരാട്ടത്തിൽ അത് UDFന് വലിയ കരുത്താകുമെന്നാണ് വിലയിരുത്തൽ. കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ തരൂരിന് വരും ദിവസങ്ങളിൽ നിർണായകമായ സ്ഥാനമുണ്ടാകുമെന്ന കൃത്യമായ സന്ദേശം തന്നെയാണ് വയനാട്ടിലെ കോൺക്ലേവിൽ KC വേണുഗോപാൽ നൽകിയത്. ഇത് തുടരുക തന്നെ ചെയ്യും. ശശി തരൂർ കോൺഗ്രസ് വിടുമെന്ന പ്രചാരണങ്ങൾക്കും അഭ്യൂഹങ്ങൾക്കും തിരശ്ശീല വീഴ്ത്തി കോൺഗ്രസ് നേതൃത്വം നൽകുന്നതും കേരളത്തിൽ അധികാരം പിടിക്കുമെന്ന സന്ദേശമാണ്.